സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയും ചെയ്യും. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് വീണ്ടും നൽകിയിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുമെന്നും ഇപ്പോൾ മുന്നറിയിപ്പുണ്ട്. വലിയ മഴയും അതോടൊപ്പം തന്നെ വ്യാപകമായ മഴക്കെടുതിയും രൂക്ഷമാകുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. തീർച്ചയായും ഇന്ന് എന്തായാലും കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് ഇന്ന് തുടരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഓറഞ്ച് അലർട്ട് അത് പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ്. നേരത്തെ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 4 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നാളെ മുതൽ മഴയുടെ തീവ്രത അത് സംസ്ഥാനത്ത് കുറയും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. നാളെ കണ്ണൂരും കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി നാളെ നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്തായാലും തെക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി അത് കുറയുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കാറ്റ് വലിയ രീതിയിൽ തന്നെ ഈ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മരം വീണടക്കമുള്ള നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കരമനയിലും അതിനൊപ്പം തന്നെ മടമൺ സ്റ്റേഷൻ, പത്തനംതിട്ടയിലെ മടമൺ സ്റ്റേഷനിലെ പമ്പ, ഒപ്പം കല്ലൂർപ്പാറ സ്റ്റേഷനിലെ മണിമല, ഇടുക്കി മണക്കാട് സ്റ്റേഷനിലെ തൊടുപുഴ എന്നിവിടങ്ങളിൽ മഞ്ഞ അലേർട്ട്, അതായത് യെല്ലോ അലേർട്ടാണ് ഈ കേന്ദ്ര ജല കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാലും കേന്ദ്ര ജല കമ്മീഷൻ തുടരുന്നതിനാലാണ് ഇത്തരത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഈ നദികളിൽ മഞ്ഞ അലേർട്ടുകൾ നൽകിയിട്ടുള്ളത്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ അതോടൊപ്പം തന്നെ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നത് തന്നെയാണ് ജല കമ്മീഷൻ നൽകുന്നൊരു മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതിനൊപ്പം തന്നെ കേന്ദ്ര ജല കമ്മീഷനും ഒക്കെ തന്നെയും വിവിധങ്ങളായ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം, അതിനൊപ്പം തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പൊക്കെ തന്നെയും നൽകുന്നുണ്ട്. ഈ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ജനങ്ങൾ കൃത്യമായ രീതിയിൽ പാലിക്കണം എന്നത് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനൊപ്പം തന്നെ ഈ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും അതിനൊപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയും കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തീരദേശത്ത് താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ മലയോര മേഖലയിലുള്ളവരും ഇത്തരത്തിൽ കൃത്യമായ ജാഗ്രത